ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചില്ല, വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടികളെയൊക്കെ കാണാൻ പോയിട്ട് കുറേ ദിവസമായി, ഇവിടെ കൊണ്ടുവന്നിട്ടും കുറേ ദിവസമായി. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ പോയിട്ട് വന്ന പാട് ഞാൻ ലൈവ് എന്ന് വിചാരിച്ച് ലൈവ് തന്നെയാണ് ഓർമ്മ. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തലവേദന, നമുക്ക് വെയിലൊക്കെ കൊണ്ട പ്രശ്നമാണ്. ഉച്ചയ്ക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് വന്ന പാടെ അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ അച്ചാമ്മ കൊച്ചുമക്കളിലോട്ട് ലൈവും വന്നു കേട്ടോ. ലൈവ് വന്ന് ജോലിയും ചെയ്തു. ചോറും കറിയൊക്കെ കഴിച്ച് അപ്പോഴും റെസ്റ്റ് ഇല്ല. രാവിലെ പണിക്ക് പോയിട്ട് വന്ന പാടെ 5 മിനിറ്റ് പോലും കിടക്കാണ്ടാണ് അടുക്കളയിലോട്ട് കയറി ഫോണും എടുത്തുകൊണ്ട് വെച്ച് ലൈവ് പോയി നമ്മൾ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചോറ് കഴിച്ച് എന്നിട്ട് ലൈവ് കട്ട് ചെയ്ത് കിടക്കാമെന്നും പറഞ്ഞ് ഇച്ചിരി നേരം വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, 1-2 പേരും നമ്മളെ ലൈവിൽ അങ്ങനെ ഒരാൾ 2 പേര് 3 പേരൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് സമയം കഴിയും തോറും 5 പേര് 6 പേര് 7 പേര് 8 പേര് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവരെ എന്നും തട്ടി എറിഞ്ഞിട്ട് ലൈവ് നടത്തി പോകണ്ടെന്നും പറഞ്ഞ് ഇരുന്ന് 3.5 മണിക്കൂർ ലൈവ് ഇരുന്നു. നമ്മൾ നടത്തി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ആൾക്കാർ, നമ്മൾ വെറുതെ എന്തിനാ കിട്ടുന്ന സൗഭാഗ്യത്തിന് തട്ടി എറിയണമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് 3.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു. നമുക്കിതിലോട്ട് വീഡിയോ ഇടണമായിരുന്നു. പേടിയെന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിലോട്ട് അച്ഛമ്മ കൊച്ചുമക്കളിലോട്ടൊക്കെ വീഡിയോ ഇട്ട് അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ പോയി. വിളക്ക് കത്തിച്ചിട്ടൊക്കെ വന്ന് അപ്പോഴേ നമ്മൾ പണിക്ക് പോയി നമുക്ക് റെസ്റ്റ് വേണം. തലവേദന തുടങ്ങി. ഉച്ചയ്ക്ക് ലൈവ് കഴിഞ്ഞപ്പോഴേ തലവേദന തുടങ്ങി. ഉച്ചയ്ക്കൊക്കെ വന്ന് നമ്മൾ ഇച്ചിരി ചോറൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞാണ് ഞാൻ അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്തു പറയും, ഇതൊക്കെ തന്നെയാണ്. ഞാനും എൻ്റെ വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നിത്യവും നിങ്ങൾ നമ്മളെ കണ്ടാലും കണ്ടില്ലെങ്കിലും നിത്യവും ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മളെ ഇഷ്ടപ്പെടുകയോ പെടാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും നിങ്ങളുടെ മുന്നിൽ നമ്മളെത്തും. നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മളെന്നും വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഒരാളാണ് 2 പേരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നെങ്കിലും നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്തു പറയും, ഇന്നൊന്നും കിട്ടുന്നില്ല പറയാൻ. ഇന്നത്തെ ദിവസം ഒന്നും കിട്ടുന്നില്ല. കുറേ നാൾ കൂട്ടി അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ പോയി. അതിനെയാണ് കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൾക്ക് പറ്റാത്തതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളക്കൊക്കെ കത്തിക്കാൻ പോയി. എന്തു പറയും ഞാൻ, എൻ്റെ അമ്മയോട് എന്തു പറയും ഞാനൊന്നും പറയാതെ എല്ലാം അറിയുന്നോളല്ലേ. പാടാനൊന്നും പറ്റില്ല, വരികൾ മനസ്സിലൂടെ വരുന്നു, പാടുന്നു. അപ്പോൾ ഇനി വീഡിയോ കേട്ടിട്ട് പറ്റുമെങ്കിൽ ലൈവ് ഇരിക്കണം. 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ലൈവ് ഇരിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ചോറ് കഴിക്കും. നമ്മൾ ഉച്ചത്തെ പാചകമൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, എപ്പോഴും പറയുന്നത് പോലെ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ എല്ലാ കറികളും വയ്ക്കും, ചില ദിവസങ്ങളിൽ ഒന്നും കാണില്ല. അങ്ങനെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ആർക്കും പിടികിട്ടാത്തൊരു, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതെ, ഞാനും എൻ്റെ ശരികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചില ദിവസങ്ങളിൽ ഒന്നും വയ്ക്കില്ല, ചില ദിവസങ്ങളിൽ എല്ലാം വയ്ക്കും. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഷോർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ അന്നേരം ലൈവിലിരുന്നപ്പോൾ ലൈവിൽ വന്ന മക്കൾക്ക് നമ്മളെ കറിയും ചോറും ഒക്കെ കാണിച്ചിട്ട് നമുക്കൊന്നും ഒളിവും മറവൊന്നുമില്ല കേട്ടോ. ആൾക്കാർ പറയും വീട്ടിലെ വിശേഷങ്ങൾ പുറമേ കാണിക്കാൻ പാടില്ല, വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, നമ്മൾ അടുക്കള പുറത്ത് കാണിക്കാൻ പാടില്ല, അടുക്കള വിശേഷം കാണിക്കാൻ പാടില്ല, ആൾക്കാരെ മുമ്പേ ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരുപാട് സത്യമുണ്ട് കേട്ടോ. സത്യമില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. എന്നാലും നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്താതിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തും? ഞാനും എൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ എൻ്റെ ഇതിൽ എനിക്ക് സംഭവിച്ചാലും എല്ലാ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. നമ്മൾ നല്ലൊരു ഡ്രസ്സ് എടുത്ത് പോയാലോ തിരിച്ച് വരുമ്പോൾ നമുക്ക് തലവേദന, അസുഖം, പോരായ്മയൊക്കെ
ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നമ്മളും പറയാറില്ലേ, ജനം അങ്ങനെയാണ്. നമ്മളും പലരെ ഓ സാരി കൊടുത്ത് എന്ത് സുന്ദരിയായിട്ട് പോകണം, എന്ത് ഭംഗി, അല്ലെങ്കിൽ വിചാരിക്കും അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ചിലർ കണ്ണും ദൃഷ്ടിദോഷമൊന്നും ശരിയാവത്തില്ല. ഞാൻ അങ്ങനെ ആരെയും നോക്കാറില്ല, ആരെയും വീട്ടിലങ്ങനെ ചടയപ്പടയെന്ന് കയറി പോകാറില്ല. അതെ, ബന്ധു വീട്ടിലായാലും ആരെ വീട്ടിലായാലും ചടയപ്പടയെന്ന് കയറി പോകാറില്ല. അവിടെ ചെന്ന് ചാങ്കടയിട്ടിരിക്കാറില്ല, അവരെ വിശേഷങ്ങൾ ചോദിക്കാറില്ല, അവരെ കുന്നായ്മ തിരക്കാറില്ല. അബദ്ധത്തിനെങ്ങാനും നമ്മളെന്തെങ്കിലും നോക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്ത് പോയി എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. ഇതൊന്നും അന്ധവിശ്വാസമല്ല, ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേരിൽ പലരും നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇതിനൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഇതിനെ പറ്റിയിട്ടൊക്കെ പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ചിന്തകളൊന്നും തെറ്റല്ല. ഇപ്പോൾ ഒരാളുടെ വീട്ടിലായാലും കണ്ണേറായാലും ദൃഷ്ടിദോഷമായാലും നാവ് കൊണ്ട് പറയുന്നതിലൊക്കെ സത്യമുള്ള കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വട്ടം അനുഭവത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കും നമ്മൾ അപ്സരസാണോ ലോകസുന്ദരിയാണോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഓടിച്ചാടി ജോലി ചെയ്താലും ചിലർക്ക് കാണുമ്പോൾ അവൾ ഓടിച്ചാടി, അവൾ കുതിരയെ പോലെ നടക്കുന്നുണ്ട്, അവൾക്ക് ഒരു കുരുവില്ല, അവൾ ഓടിച്ചാടി പടപടെ ജോലി ചെയ്യുന്നത്. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അവൾക്ക് തൊണ്ടയ്ക്ക് ഒരു ഗുരുവില്ല, അവൾ വാരി വലിച്ചിട്ട് കയറ്റണാണ്ടില്ലേ എന്ന് പറയും. ഇച്ചിരി ഒരുങ്ങിപ്പോയാലും പറയും അവൾ എന്തൊരു അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് പറയരുത് അന്ധവിശ്വാസമാണെന്ന്. അന്ധവിശ്വാസമൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 2 ദിവസം ഞാൻ നേരെ ഇരുന്നാൽ മൂന്നിൻ്റെ അന്നുണ്ടല്ലോ തലയും കുത്തി താഴെ കിടക്കും. 2 ദിവസം ഞാൻ നേരെ ഇരിക്കും, തലയും കുത്തി താഴെയും കിടക്കും. കാരണം എന്താണെന്നറിയുമോ, നമ്മൾ ഓടിപ്പടച്ച് ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പോരാത്തിന് യൂട്യൂബിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവരായാലും പറയും ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു, ഇവൾ എന്തിൻ്റെ കുറവായിട്ടാണ്, ഇവർക്ക് എന്തിൻ്റെ കുരു ഉണ്ടായിട്ടാണ് ഇവൾ ഓടി യൂട്യൂബിൽ പോകുന്നത്, ഒന്നും തികയാത്തത് കൊണ്ടാണ് യൂട്യൂബിൽ പാഞ്ഞ് മല്ല ഇതും ചെയ്യണമെന്നൊക്കെ നമ്മളെ കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചോദിക്കില്ല എന്നല്ല, ചോദിക്കും. അപ്പം ഇങ്ങനെ ഒരു 10 പ്രാവശ്യം അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അതിൻ്റേതായ ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഇപ്പം കാണുന്ന ഞാനല്ല, കുറച്ച് സമയം കാണുന്ന. ഇപ്പം ഞാൻ നല്ല പവറായിട്ടിരിക്കണേ, കുറച്ച് കഴിയുമ്പോൾ കിളിഞ്ഞ് കിടക്കും. ബോഡിക്ക് പ്രശ്നം ഉണ്ടെന്നിട്ട് ബോഡിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടൊക്കെ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലെന്നൊക്കെയാണ് പറയണം. അപ്പം ഞാനിതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് കേട്ടാൽ വിശ്വസിക്കാതിരിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ നമ്മുടെ അനുഭവത്തിലൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തേതായ വാർത്തകളും കണ്ടൻറ്റുകളും ഒക്കെയാണ്, എൻ്റേതായ വിശേഷമാണ് നിങ്ങൾ മുന്നിലെത്തിച്ച്. ഇതിനിപ്പോൾ കേട്ടും കണ്ട ആൾക്കാർ പറയും ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഇവരെന്തിങ്ങനെയൊക്കെ പറയണതെന്ന്. നിങ്ങളൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുമൊക്കെ നിങ്ങളുടെ അനുഭവത്തിലൂടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് എന്തെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് വെച്ചോ, ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്, ഒരാളോട് പറഞ്ഞിട്ടാണ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ കാര്യം നടക്കാറില്ല. പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടാണ് പോകണമെങ്കിൽ നമ്മളൊരാവശ്യത്തിന് പോയി ചിലപ്പം ആ കാര്യം നടക്കാറില്ല. പലരും രഹസ്യമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരും ഫിലോസഫി പറയുന്നുണ്ടെങ്കിലും പലരും അവരുടെ കാര്യങ്ങൾ കാര്യമായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ കുടുംബം പോലെ, എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ, എൻ്റെ സ്നേഹിതരെ പോലെ അന്നെന്നുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ടെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ മനസ്സിവിടെ സമർപ്പിക്കുന്നു, അത്ര തന്നെ. കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്. ശുഭരാത്രി, സുഖനിദ്ര. പോട്ടെ, പാട്ടൊന്നും പാടാൻ നിൽക്കുന്നില്ല. പാട്ടൊക്കെ പാടണമെന്നുണ്ട്, പാട്ട് പാടുന്നില്ല. ബായ്. കണ്ണടച്ചുകൊണ്ട് ആരെയും വിശ്വസിക്കരുത്. എപ്പോഴും ഞാൻ പറയുന്ന ആരെയും നിങ്ങൾ അമിതമായി വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കും. എല്ലാവരും ലിമിറ്റിന്. ആർക്കും നമ്മുടെ മനസ്സ് സമർപ്പിക്കരുത്. സമർപ്പിച്ച് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ടാറ്റാ, ബൈ ബൈ.